ഹായ്, ഞങ്ങൾ ഇന്നും വട്ടവടയിൽ തന്നെയാണ് കേട്ടോ. വട്ടവടയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ ചിലന്തിയാർ ഡാമിലേക്ക് വരണം. ചിലന്തിയാർ ഡാമിൽ വന്നിട്ട് കാര്യമില്ല, ചിലന്തിയാർ കേവ് തന്നെ നമ്മൾ പോകണം. അങ്ങോട്ടേക്ക് പോയാൽ മാത്രം ഒരു മിനി ട്രക്കിംഗ് എന്ന് പറയാം. നമുക്ക് കുറച്ചങ്ങോട്ട് നടന്നൊരു 200 മീറ്ററൊക്കെ മുകളിലോട്ട് നടന്ന് കല്ലുകളും ഒക്കെ നിറഞ്ഞ ഒരു വഴി കൂടെയൊക്കെ നടന്ന് കയറിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു കേവിനടുത്തേക്ക് എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ. അപ്പം ചിലന്തിയാർ ഡാമിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോയിൽ ആ കേവിലോട്ടുള്ള യാത്രയാണ് കാണിക്കുന്നത്. അപ്പം ഉറപ്പായിട്ടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാമിലേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം വണ്ടിയിൽ വരുന്നത് ഭയങ്കര റിസ്ക്കാണ്. ഇനി അത്ര നന്നായിട്ട് ഓടിക്കാൻ അറിയാം, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പോരാ. അല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് 2 വീലേഴ്സിന് കുഴപ്പമുണ്ടാവില്ല, അവർക്ക് വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജീപ്പ് വിളിച്ച് വരുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ ഇവിടേക്ക് മാത്രം വരുന്നതിന് 1500 എന്തോ റേറ്റ്, മൊത്തത്തിൽ വട്ടവട കറങ്ങുന്നതിന് 2000-2500 ആ റേറ്റാണുള്ളത്. താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഈ ഒരു പാലത്തിലൂടെ വേണം നമ്മൾ ആ കേവിലേക്ക് പോകാനായിട്ട്. ഇവിടെ പ്രത്യേകിച്ചിട്ട് പാലമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവിടെയുള്ള മരക്കഷ്ണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കെട്ടിയുണ്ടാക്കിയ ഒരു പാലമാണ്. അപ്പം ശക്തമായ മഴയുള്ളപ്പോഴത്തേക്കും ഇവിടുത്തെ വെള്ളത്തിൻ്റെ അളവ് കൂടും. അപ്പം എങ്ങനെയാണ് ഇതുവഴിയുള്ള പോകുന്നതെന്നുള്ളത് അറിയത്തില്ല. ചിലപ്പം ആ സമയത്ത് ഇങ്ങോട്ടേക്ക് കടത്തി വിടില്ലായിരിക്കാം. അപ്പം അതൊക്കെ നോക്കുക. പക്ഷേ വട്ടവട വന്നിട്ട് ഈ ഒരു പ്ലേസ് സന്ദർശിക്കാതെ പോകുന്നത് വളരെയധികം നഷ്ടമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ജസ്റ്റ് ചിലരുണ്ട്, അവർ ഡാമിൻ്റെ അവിടെ മാത്രം ജസ്റ്റ് കണ്ടിട്ട് പോകും. ഇപ്പം ഡാമിൻ്റെ അവിടെ ഒന്നുമില്ല, കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതുകൊണ്ട് അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനായിട്ടൊന്നുമില്ല. അപ്പം വരുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക, ഈ ഒരു പുഴ ക്രോസ് ചെയ്തിട്ട് മുകളിലോട്ട് കയറിപ്പോകണം. ഒരു 2 കിലോമീറ്ററോളം മുകളിലോട്ട് നമ്മൾ ട്രക്കിംഗ് എന്നുള്ള രീതിക്കൊന്ന് നടന്ന് കയറണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കേവിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. എല്ലാവരുമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കയറിപ്പോകുമ്പോഴത്തേക്കും ആ കയറുന്നതിൻ്റെ ബുദ്ധിമുട്ട് അങ്ങ് അറിയുന്നില്ല. പിന്നെ കല്ലുകളൊക്കെ, ഈ ഉരുളൻ കല്ലുകളൊക്കെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് ശ്രദ്ധിച്ച് വേണം ചവിട്ടി കയറാനായിട്ട്. ചിലപ്പോൾ തെന്നി വീഴാനുള്ള ചാൻസൊക്കെ ഉള്ളത് കൊണ്ട് ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. പിന്നെ ഇപ്പം ഞങ്ങളുടെ കൂടെയുള്ള സുമേഷിനും പ്രീതിക്കും ഉണ്ട് ഒരു യൂട്യൂബ് ചാനൽ. അവരും തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം എല്ലാവരും അവരെയും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ കൂടെ അവരുടെ കൂടെയൊക്കെ ഉണ്ടാവണം. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്ന് ഈ വട്ടവടയിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കേവിനടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അത്രയും നേരം നമ്മൾ ആ കയറ്റം കയറിയെങ്കിലും ഇനി നമ്മൾ താഴോട്ടൊരു ഇറങ്ങി വേണം ആ കേവിനടുത്തേക്ക് വരാൻ. എന്നിട്ട് അതിനുള്ളിലൂടെ നമ്മൾ മുകളിലോട്ട് കയറി അപ്പുറത്തൊരു വഴിയുണ്ട്, അതുവഴി ഇറങ്ങി താഴേക്ക് വരണം. അങ്ങനെയാണ് ഈ കേവിൻ്റെ ആ ഒരു ഇത്. അപ്പം ആദ്യം രാവിലെ നേരത്തെ എത്തുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് വേണം അതിനുള്ളിലോട്ട് കയറാനായിട്ട്. വല്ല മൃഗങ്ങളോ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കാണും. അപ്പോൾ ആദ്യം കയറുന്നവരൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ കയറുന്നവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, പിന്നെ അതിൻ്റെ അകത്തൊന്നും ഉണ്ടാവില്ല. അപ്പം ശരിക്കും നമുക്ക് പേടി വരും കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നവർക്ക്. ഇപ്പം മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ടതിന് ശേഷം ഇതിൻ്റെ ഫ്രണ്ടിലെത്തിയത് കൊണ്ടിട്ട് തന്നെ നമുക്ക് ആ ഒരു ഇതാണ് മനസ്സിലേക്ക് വരുന്നത്. അതിൽ ആ വ്യക്തി അനുഭവിച്ച ആ ഒരു ഇത് എത്രത്തോളം വലുതാണെന്നുള്ളത്. ഈ ചെറുതെന്ന് വെച്ചാൽ തീരെ ചെറിയ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ പോലും നമ്മൾ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ വെട്ട കിട്ടുന്നില്ലേ? കേറിക്കോ. അല്ല, എന്റെ ഫോണിലെ വെട്ട കണ്ണാ കാല് പിടിച്ച് കയ്യാൻ കൊടുത്ത് നേരാക്കുന്നില്ല. കാല് വെക്കുമ്പോൾ അല്ലാതെ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല.
അയ്യോ ഏട്ടാ അവള് ഇരുന്ന് അവള് വീഡിയോ എടുക്കട്ടെ. എനിക്ക് പേടിയാണ്, ഞാൻ പുറത്തോട്ട് പോണ്. കേറുവാ പറ്റി രണ്ടുപേർക്ക് ഒരുമിച്ച്? ഇല്ല, എനിക്ക് പേടിയാ. ഇവിടെ നിന്ന് ആര് കയറ്റും? പിടിച്ച് കയറി ഇതെവിടെ പിടിക്കും? ഇവിടെ ഇവിടെ പിടിക്കും, ഇവിടെ പിടിക്കും. ഒരു കൈ ഒരു കൈ ഇവിടെ പിടിക്കും. കൊറേ നേരം കാലും പൊക്കി നിക്കണ്. സുമേഷ് കയറിയാ? കാല് പൊക്ക്, കാല് പൊക്ക്, കാല് പൊക്കി വെക്ക്. തല ഇടിക്കരുത്. നീ വരുന്നുണ്ടോ? എത്തിയില്ല. തല നോക്കണം, തല നോക്കണം. ഇനി അങ്ങോട്ടാ. അച്ഛൻ കൈ ഒന്ന് കൊടുക്ക. ഞാൻ പറഞ്ഞ കൈ പിടിച്ച ഇവരൊരു സന്തോഷായി. ചേട്ടാ പിടിക്കണ വേണ്ട വേണ്ട, നമ്മളെങ്ങും കയറണല്ല. ഇതാ ഇതില് കയറി നിന്ന് ഇവിടെ എല്ലാരും. അതിലാണ് കേവ്. താഴെക്കൂടി, താഴെ കൂടിയാണ് കേവ്. ആ ഓക്കെ ഓക്കെ. ഇതിൽ കടന്നു വരാം. എന്താ എല്ലാരും ഇരുന്നോ? അവിടെ ഇരിക്കേ. ബാലു നിക്ക്. പൊന്നുസിനി അവനെ കൂടെ ഹെൽപ്പ് ചെയ്യ്. അങ്ങനെ നമ്മൾ കേവിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ കുറച്ച് നേരം ഇങ്ങനെ വലിയ പാറക്കഷ്ണങ്ങളൊക്കെ ഉണ്ട്, മരച്ചില്ലകളൊക്കെ. നമുക്ക് അവിടെ ഇങ്ങനെ ഇരിക്കാം, ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന്. ഇതാണ് നമ്മളുടെ ഡ്രൈവർ ചേട്ടൻ കേട്ടോ. നല്ല അടിപൊളി ചേട്ടനാണ്, ഭയങ്കര സപ്പോർട്ടായിട്ടുള്ളൊരു ചേട്ടനെ തന്നെ ഞങ്ങൾക്ക് ഏതായാലും കിട്ടിയിട്ടുണ്ട്. എല്ലായിടത്തും കൂടെ വന്ന് കൊണ്ട് നടന്ന് ഞങ്ങളെ സുരക്ഷിതമായിട്ട് ഞങ്ങൾ എത്തിച്ച്. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഈ ഒരു ഇതിലൂടെ കിട്ടിയത്. ഒരു മിനി ട്രെക്കിങ് തന്നെ നടത്താൻ പറ്റി വട്ടവടയിൽ എത്തിയിട്ട്. കേവിൻ്റെ പേര് പറഞ്ഞു, ചെലന്തിയാർ കേവ് എന്നാ ഇതിന്റെ പേര്. അപ്പോൾ ഈ ഒരു അടിപൊളി കാഴ്ചകളും ഈ ഒരു നല്ലൊരു എക്സ്പീരിയൻസും ഒക്കെ ഞങ്ങൾ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വട്ടവടയിലെത്തുന്ന എല്ലാവരും തന്നെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരാനായിട്ട് നോക്കുക. കാര്യം ഇതൊരു അടിപൊളി പ്ലേസാണ്. അപ്പം തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും നമുക്ക് വെള്ളമൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെക്ക് ഡാം പണിയുന്നതിനടുത്തായിട്ട് തന്നെ ഒരു ഉറവുണ്ട്. ഇവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് പോയാൽ മതി. നല്ല ശുദ്ധജലമാണെന്നാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞത്. അപ്പം ഞങ്ങൾ ക്യാനിൽ നിറച്ച്. അപ്പം ഇതുപോലത്തെ ഇനിയും നല്ല അടിപൊളി വീഡിയോസുമായിട്ട് കാണുന്നത് വരേക്ക് എല്ലാവർക്കും ബൈ.